അമർനാഥ് പള്ളത്ത് ഇംഗ്ലീഷിൽ എഴുതിയ കെ.പി. സുധീര ഹാർട്സ് ഇംപ്രിന്റ് എന്ന ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് പുതിയറ എസ്.കെ. സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള പുസ്തകം പ്രകാശനം ചെയ്തു. കേരള മനുഷ്യാവകാശ കമ്മിറ്റി ജുഡീഷ്യൽ അംഗം ബൈജുനാഥ് പുസ്തകം സ്വീകരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരത്തിലൊരു പുസ്തകം, അതും ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പുസ്തകം തയ്യാറാക്കിയ അമർനാഥ് പള്ളത്തിനെ ഞാൻ നിങ്ങളുടെ എല്ലാം പേരിൽ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കോഴിക്കോട് നഗരത്തിൽ MDയും അതുപോലുള്ള പ്രധാനപ്പെട്ട പലരുമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞുള്ള തലമുറയിൽ നമ്മുടെ മലയാള ഭാഷയ്ക്ക് വേണ്ടി കോഴിക്കോട് നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരാൾ ആരെന്ന് ചോദിച്ചാൽ കിട്ടുന്ന അപൂർവം ഉത്തരങ്ങളിൽ ഒന്ന് കെ.പി. സുധീരയാണ്. കോഴിക്കോടിൻ്റെ സായാഹ്നങ്ങളിലെല്ലാം സാംസ്കാരികമായാലും രാഷ്ട്രീയമൊഴികെ ബാക്കി എല്ലാ വേദികളിലും സുധീരയുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം വളരെയധികം നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ്. എൻ്റെ വൈഫ് ഇവിടെ ഒരു നല്ല ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഗവർണറായിട്ട് പോയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പ്രാക്ടീസൊക്കെ ചെയ്ത് ഇവിടെ കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ അല്ല, ഭർത്താവിനെ സേവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിന് പോകുമ്പോൾ അവൾ വെറുതെ ഇരിക്കുക. പിന്നെ എല്ലാത്തിനും ഈ ഗവർണർമാർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഒന്നിലും അവരെ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ ഒറിജിനലായിട്ട് എനിക്കും അറിയില്ല, ചിത്രരചന, അവരുടെ ചിത്രമെല്ലാം കൂടി ഒരു എക്സിബിഷനും എല്ലാമായിട്ട് ഇവിടെ വെച്ചു 2 കൊല്ലം മുമ്പ്. പെട്ടെന്ന് ആര് വേണം അതിന് ഒരു അവതാരിക പുസ്തകത്തിന് എഴുതേണ്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും പെട്ടെന്ന് ഞങ്ങൾക്ക് 2 പേരുടെയും മനോമുഖരത്തിൽ വന്ന നാമധേയം സുധീരയുടേതായിരുന്നു. അവരെഴുതിയ ആ അവതാരിക ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും, എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരിക്കലും വിസ്മരിക്കാൻ. കോഴിക്കോട്ടെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഗോവ 450 കൊല്ലത്തെ ചരിത്രമുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകമെല്ലാം മലയാളത്തിൽ